പ്രസ്താവിച്ചുകൊണ്ട് ആ വാക്യവുമായി ബന്ധപ്പെട്ട ചില വിചാരങ്ങളെ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്തി ഈ പ്രോഗ്രാം അധികം നീണ്ടുപോകാതെ പര്യവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ അന്വേഷണത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നേകിയ വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത് വാക്യം. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില ആത്മീക ചിന്തകൾ പഠനാർഹമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറിയ നാളുകളായി നമ്മുടെ ഫെലോഷിപ്പ് ലേഖന പഠന കൂട്ടായ്മ ആഗ്രഹിച്ച ഒരു ആത്മസംഗമമാണിത്. ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം അന്ന് മുതൽ ആ കാര്യത്തെ നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി അക്ഷീണം യത്നിച്ച ബഹുമാന്യനായ കത്തുദാസൻ കെഎം കുരുവിള അവരുകൾ, അദ്ദേഹം ഈ യോഗത്തെ പ്രൊസൈഡ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. തവനദാസനോടുള്ള അഗായിതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ അനുഗ്രഹീതമായ ആത്മസംഗമത്തെ ഹ്രസ്വമായിട്ടാണെങ്കിലും വളരെ ദീപ്തവും ആഴമേറിയതും ക്രാന്തദർശനവുമായ നിലയിൽ വാചകങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യ പാസ്റ്ററോടുള്ള ആദരവ് അറിയിക്കുകയാണ്. അദ്ദേഹം കറുകച്ചാൽ സെക്ഷൻ്റെ ചുമതല വഹിക്കുന്നു. ഏറിയ നാളുകളായി ദൈവദാസനും ഞങ്ങളോടൊപ്പം കൂടിയതിൽ ക്ഷണം സ്വീകരിച്ച് തൻ്റെ ദൗത്യം നിർവഹിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൻ്റെ വീക്ഷണത്തിൽ ആത്മീക ജീവിതത്തെ നോക്കിക്കാണണമെന്നും ഇടറാത്ത പാദങ്ങളും പതറാത്ത മനസ്സുമായി വിശ്വാസത്തിൻ്റെ തീവ്രതയുള്ളവരായി മുൻപോട്ട് പോകണമെന്നുള്ളതിന് വളരെ ശക്തമായ, വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗമാണെങ്കിൽ കൂടെ അതിനകത്ത് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തെ കൊണ്ടുപോകാൻ പര്യാപ്തമായ നിലയിൽ ഒരനുഗ്രഹിത സന്ദേശം നൽകിയ നമ്മുടെ ഈ ലേഖന പഠന കൂട്ടായ്മയുടെ ഓൾ ഇൻ ഓൾ എന്ന് വിശേഷിപ്പിക്കാം. തീർച്ചയായും വളരെ അനുഗ്രഹീതമായ, നമ്മളെക്കാളൊക്കെ തോൾ മുതൽ പൊക്കമേറിയ, വളരെ കാര്യക്ഷമതയുള്ള, കാര്യഗൗരവമുള്ള, ക്രാന്തദർശനമുള്ളൊരു അനുഗ്രഹീത കത്തുദാസ്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയൻ എന്ന വിളിക്കും. ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പം ഹലോ എന്നങ്ങനെ പറയാറില്ല, പ്രിയനെ എന്നും പറഞ്ഞാൽ തുടങ്ങുക. പ്രൈസല്ലോ. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിൽ. അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിന് ശേഷം ഒരു സന്ദേശം, അത് അധികം പറ്റാമെന്ന് എനിക്കറിയാം, അധിക പ്രസംഗമെന്നറിയാം. കാരണം തീഷ്ണമായി നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. തവനദാസനെ ഓർത്ത്, കുടുംബമായി അവരിവിടെ ഉണ്ടെന്നുള്ളത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ പാസ്റ്ററോടുള്ള പ്രത്യേക ആദരവ് അറിയിക്കുകയാണ്. എനിക്ക് പ്രത്യേക ക്ലാസ്സൊക്കെ തന്നെ ഇങ്ങോട്ട് കയറ്റിവിടുന്നത്, എന്നെക്കുറിച്ച് ഒന്നും മിണ്ടിപ്പോരെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മിണ്ടാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. മിണ്ടുക എന്നുള്ളത് ഉത്തരവാദിത്തമായതുകൊണ്ട് പറയുകയാണ്. കർത്താവിനദാസൻ വളരെ ശക്തമായി 690 ക്ലാസ്സുകൾ ക്രമീകൃതമായി നടത്തുകയും രാവിലെ 6-6:30 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം സജീവമായി ക്ലാസ്സിലുണ്ട്. ഓക്കെ. ഏതെങ്കിലും കാരണവശാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള അപകടത്തിൽ താൻ ഹോസ്പിറ്റലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഒക്കെ ക്ലാസ് മുടങ്ങാതെ നടന്നു പോകാൻ കാരണമായി. അദ്ദേഹത്തിൻ്റെ വിശേഷമായ ഉത്തരവാദിത്വത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വന്ദനം അറിയിക്കുകയാണ്. പഞ്ചാബിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, പൂനെയിൽ നിന്നും, മംഗലാപുരത്തു നിന്നും, ഇഞ്ചിലമ്പാടിയിൽ നിന്നൊക്കെ ഇവിടെ വന്നു ചേർന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ബീഹാറിൽ നിന്ന് വന്നു ചേർന്നവരുണ്ട്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നവരുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി വന്ന പ്രിയപ്പെട്ടവർ, കർത്തൃദാസിമാരെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. 33 മാസങ്ങൾ, 34ാമത് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ ദിവസം. ദീർഘമായി ഇതിങ്ങനെ കൊണ്ടുപോകുക. പ്രിയ മകൻ പാടിയ പാട്ട് ഞാൻ പാസ്റ്റർ ടെൻഷനോടോട് പറയുകയായിരുന്നു. നമ്മുടെ ഈ സംഗമത്തിന് പറ്റിയൊരു പാട്ടാണ് അദ്ദേഹം പാടിയത്, ബഹുദൂരം മുൻപോട്ട് പോകാൻ. ഒരു സ്വതന്ത്രം പറ. ഇടയ്ക്ക് വെച്ച് നിന്നുപോയി പല സൂം മീറ്റിങ്ങുകളും ഗൂഗിൾ മീറ്റും വാട്സപ്പ് കൂട്ടായ്മയും ഒക്കെ. അതിനകത്ത് അഡ്മിന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളമായി, വേറെ പിരിഞ്ഞ് പലതും ചിലതൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാം ബഹുദൂരം മുൻപോട്ട് പോവുകയാണ്. എന്നുവരെയെന്നറിയില്ല, കർത്താവ് നടത്തട്ടെ അങ്ങോട്ട്. വചനത്തോടുള്ള നിങ്ങളുടെയൊക്കെ ആത്മദാഹം എനിക്ക് കൂടുതൽ പ്രചോദനം തരുന്നു. ഞാൻ ഏറ്റവും അധികം പ്രണയിക്കുന്നത് ലേഖനങ്ങൾ 21 കൂടുതൽ പൗലോസിൻ്റെ 14 ലേഖനങ്ങളെ.
അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ എഴുത്തുകളെന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചു വരിക. റോമാലേഖനം മുതൽ ഇപ്പോൾ തിമോഥെയോസ് ലേഖനം, ഇടയ ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ നാളെ കാര്യങ്ങൾ ഗൗരവമായി പിന്നെ പറയാം. ഇതൊരു പൊതു മീറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ട് അധികം അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ഈ സംഗമത്തിൽ, ഈ വാത്സല്യ സഭ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി സമൂഹം വന്നു ചേർന്നിട്ടുണ്ട്. നിങ്ങളേവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹൃദയംഗമായി വന്ദനമറിയിക്കുകയാണ്. അധികം നീണ്ടുപോകത്തില്ല. മൂന്നാമത് ഇനി ഒരു പ്രസംഗമുണ്ടോ എന്ന് പേടിക്കേണ്ട കാര്യമില്ല. 9 മണിക്ക് മുമ്പ് നമ്മൾ ആശീർവാദം പറയും. 9 മണി എന്ന് പറയുമ്പോൾ നാളെ രാവിലെ 9 മണിയല്ല, ഒരു 10-45 മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആശീർവാദം പറയും. അത് കഴിയുമ്പോൾ വന്ന എല്ലാവർക്കും നല്ല ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്, ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നവർക്കൊരു കേരള തനിമയുണ്ടാകണം, അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. ഇന്നത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ആൻസി ഏബ്രഹാമാണ്. അപ്പോൾ അതിനകത്ത് ദോശയോ മസാല ദോശയോ കപ്പയും മീൻകറിയും പിന്നെ അപ്പവും അത് ഇതെല്ലാം ഏതാണ്ടൊക്കെ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തിന് അവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ സജീവ അംഗമായിരിക്കുന്ന IPC PYPയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി കേരളത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹിത ദൈവദാസൻ പാസ്റ്റർ സന്തോഷ് M. പീറ്റർ, അദ്ദേഹമാണ് കാറ്ററിംഗ് സർവീസിൻ്റെ പ്രധാന താരം. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അപ്പോൾ തന്നെ നല്ലൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ മെച്ചമായി നല്ല ഉപയോഗിക്കപ്പെടുന്നയാളാണ്. അറിയാം, നമുക്ക് രുചിച്ചറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അതിനെ കൂടുതൽ നീട്ടുന്നില്ല. എൻ്റെ വാത്സല്യ മമ്മി ഈ പ്രോഗ്രാമിനുണ്ട്. ഞാനൊരു സുവിശേഷകനാകണം എന്നതിന് വേണ്ടി ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ഒക്കെ ചെയ്ത് ചെറുപ്പകാലത്തിൻ്റെ ചില കുസൃതിത്തരങ്ങളൊക്കെ ഉണ്ട്. പുസ്തകം എടുക്കാൻ ഇവനെ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച കുറേ കാലത്ത് എനിക്ക് വേണ്ടി ഉപവസിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ മമ്മി ഈ മീറ്റിങ്ങിൽ എന്നോടൊപ്പമുണ്ട്. പപ്പ കർത്തൃ സന്നിധിയിലാണ്. 1995 മുതൽ എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ഭാഗമായി ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി എനിക്ക് വേണ്ടി ഉപവസിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവൾ ആൻസി ഈ മീറ്റിങ്ങിലുണ്ട്. മോന് 4-ാം തീയതി അവൻ്റെ ഗ്രാജുവേഷൻ ആയതുകൊണ്ട് വരാൻ പറ്റാതെ പോയത്. ഇളയ മകന് ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന, ഞാൻ വീട്ടിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇരുന്നെടുക്കുമ്പോൾ മാത്രമേ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരാറുള്ളൂ. എല്ലാ ക്ലാസ്സിലും എന്നോടൊപ്പം സഹയാത്രികയായിട്ടുള്ള ഒരാളാണ് ആൻസി. ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി നിങ്ങളോടൊപ്പം ഇന്നും കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെയും ആകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ നമുക്ക് പരിചയപ്പെടാനും ഒക്കെ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ ദാസൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ കർത്തൃദാസൻ പറഞ്ഞ പോലെ പലരും ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. മൊബൈലിൻ്റെ ചെറിയ ചതുരക്കള്ളിയിൽ മാത്രം കണ്ടുള്ള പരിചയമുള്ളൂ നമുക്ക് ചിലരെയൊക്കെ. സ്തോത്രം. ഹരിയാനയിൽ നിന്ന് വന്ന ബാബുച്ചാനെയും ഞങ്ങളുടെ പഞ്ചാബിലെ അപ്പോസ്തലൻ ചാക്കോബോഗീസ് പാസ്റ്റയൊക്കെ ആദ്യമായിട്ടാണ് കാണുക. ഈ മൊബൈലിൻ്റെ കുഞ്ഞു കള്ളിക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടപ്പോൾ എന്തോ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ട് വികാരങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത. ഒന്ന്, ആഹാ ഇതാണോ, അങ്ങനൊരു ചിന്തയുണ്ടാകാം. മൊബൈലിൻ്റെ സ്ക്രീനിൽ ഈ ഗ്ലാമർ അല്ലായിരുന്നല്ലോ, ഇപ്പം നേരിട്ട് കണ്ടപ്പം അങ്ങനൊരു തോന്നലുണ്ടാകാം. ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത, ആഹാ ഇതാണോ. അപ്പോൾ ഒരൊറ്റ വാചകം തന്നെ രണ്ട് രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വ്യത്യസ്ത കുടുംബങ്ങൾ, വ്യതിരക്തതകൾ ഒത്തിരിയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ വന്നവരാണെങ്കിലും കുടുംബത്തിൻ്റെ നാൾ വഴികളും വംശാവലിയൊക്കെ നോക്കുമ്പം ഒരു ചേർച്ചയും ബന്ധമൊന്നുമില്ലെങ്കിലും നമുക്കൊരു രക്തബന്ധമുണ്ട്. അത് കാൽവരിയിലെ രക്തബന്ധമാണ്. പുണ്യാഹ രക്തം, വിലയേറിയ രക്തം, കുറ്റമില്ലാത്ത രക്തം, നീതിയുള്ള രക്തം, നിർദോഷ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ ഒന്നാക്കിയ കർത്താവ്. ഹല്ലേലൂയ. ദേശത്തിൻ്റെ, ഭാഷയുടെയോ ദിക്കിൻ്റെയോ ഒന്നും വ്യത്യസ്തതകളില്ലാതെ, നിറകുലങ്ങളുടെ വ്യത്യാസമില്ലാതെ, ഗോത്രങ്ങളുടെ വ്യത്യാസമില്ലാതെ നാം ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായി മാറിയിരിക്കുന്നു. ഈ സംഗമം വിശേഷമായിരിക്കുന്ന ഒരു ആർജവത്വം നൽകി തരികയാണ്. വീണ്ടും വചനം പഠിക്കാനും കൂടുതൽ വചനത്തെ അന്വേഷിക്കാനും ഒക്കെയുള്ളൊരു വലിയ ഉത്സാഹം നൽകിത്തരുന്നുണ്ട്. അത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും. വാക്കുകൾ ദീർഘമാക്കാതെ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ 16:33 വാക്യം ദൈവാത്മാവ് എനിക്ക് ചൂണ്ടിക്കാട്ടുമ്പോൾ, ഇതെന്താ കർത്താവ്? ലേഖനങ്ങൾ ഇങ്ങനെ പഠിച്ച് വന്നവരുടെ മുമ്പിൽ ഈ വാക്യം ഞാൻ എങ്ങനെ അവതരിപ്പിക്കുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആശയക്കുഴപ്പത്തില്ല. പക്ഷേ എനിക്ക് ശക്തമായൊരു നിയോഗം ഈ വാക്യമാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് പിന്നീട് എനിക്ക് ബോധ്യമായത്.
ഒന്ന്, ഇവിടെ വന്നിട്ടുള്ള പലരും പലയിടങ്ങളിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, ഓൺലൈനിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. നിങ്ങളെ വിസ്മരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ടൈം സോൺ വ്യത്യസ്തമാണെങ്കിൽ തത്സമയം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ പലരുണ്ട്. എല്ലാവരെയും രാജസ്ഥാനിലും അതേപോലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഈ ലിങ്ക് ആവശ്യപ്പെട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും, വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. അത് ക്രമീകരിക്കുന്ന എൻ്റെ വാത്സല്യ മിത്രത്തോടുള്ള വന്ദനം അറിയിക്കുകയും, നല്ല ഒരുപിടി ഗാനങ്ങൾ നന്നായി പാടി ഈ സമ്മേളനത്തെ സംഗീത സാന്ദ്രമാക്കിയ വാത്സല്യ കുഞ്ഞുങ്ങളോടുള്ള വന്ദനം അറിയിക്കുകയാണ്. എൻ്റെ സുഹൃത്താണ് പാസ്റ്റർ രാജേഷ്. അദ്ദേഹം ഏറിയ നാളുകളായി സംഗീത ലോകത്തുണ്ട്. ഓരോ പാട്ടുകൾക്കുമിടയിൽ ശക്തമായ കാമ്പും കഴമ്പുമുള്ള നറേഷൻ പറയാൻ ദൈവം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ചേർച്ചിൻ്റെ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ഭാഗ്യമുണ്ടായി. പാസ്റ്റർ കുരുവിള അവരുകൾ ഞങ്ങൾ ഒരുമിച്ച് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതൊക്കെ നല്ല ഓർമ്മകളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിച്ച് ഈ വാക്യം നിങ്ങൾക്ക് നൽകുവാനുള്ള നിയോഗത്തെ ഞാൻ വെളിപ്പെടുത്താം. ഒന്ന്, നാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളവർ. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നാം സൂക്ഷ്മവീക്ഷണം ചെയ്യുമ്പോൾ ഭിന്ന മത, രാഷ്ട്രീയ, ജാതീയ സംസ്കാരങ്ങളുടെ വ്യത്യസ്തതകളും വ്യതിരക്തതകളുമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. സുവിശേഷത്തെ വല്ലവിധേനയും ഇല്ലാതെയാക്കേണ്ടതിന്, ഇല്ലായ്മ ചെയ്യാൻ സുവിശേഷകൻ്റെ രക്തം കുടിച്ചിട്ട് കൊതി തീരാത്ത മണ്ണ് ഇന്നും അതിനുവേണ്ടി ദാഹിക്കുന്നൊരു അവസ്ഥയുണ്ട്. ഇവിടെ പലയിടങ്ങളിൽ നിന്ന് ബഹുദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളോട് എനിക്ക് പിന്നെയും ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ ഒരു പ്രധാനമായ പ്രസക്തമായ ഒരാശയം ധൈര്യപ്പെടുവിനെന്ന് തന്നെയാണ്. അതേതെങ്കിലും അപ്പോസ്തലന്മാരുടെ വാക്കുകളെ ഏറ്റെടുത്ത് പറയുന്നതിനേക്കാൾ ഉചിതം നമ്മുടെ കർത്താവിൻ്റെ തിരുവായി മൊഴി തന്നെ പറയുന്നതായിരിക്കും. ധൈര്യപ്പെടണം. എവിടെയാണ് പിടഞ്ഞു വീഴുക എന്നറിയില്ല. എവിടെയാണ് നമ്മൾ കത്തിച്ചാമ്പലായി പോവുക എന്നറിയില്ല. എപ്പോഴാണ് വിഭാര്യനായി മാറുക എന്നറിയില്ല. എപ്പോഴാണ് വിധവ നമ്മുടെ ജീവിത പങ്കാളി വൈധവ്യം അനുഭവിക്കേണ്ടി വരിക എന്നറിയില്ല. എവിടെയാണ് അലമുറയിട്ട് നമ്മൾ നിലവിളിക്കേണ്ടി വരിക. അടുത്ത ഒരു ദുരന്തം നമ്മിൽ ആരെയാണ് കാത്തിരിക്കുന്നതെന്നറിയില്ല. പേടിപ്പിക്കുകയല്ല ഞാൻ, അതെല്ലാം ഉണ്ടായിക്കൂടുന്നില്ല. കാരണം സമൂഹത്തിന് നന്മ ചെയ്തവർ അശരണരെയും നിരാലംബരെയും നിസ്സഹായരെയും നിരാശ്രയരെയും ചേർത്തണച്ച് നെഞ്ചത്തോടടുപ്പിച്ച് അവർക്ക് വിളമ്പി അവരെ ഉടുപ്പിച്ച് അവർക്ക് സഹയാത്രികരായി അവർക്ക് കൂട്ടിരിപ്പുകാരായിട്ടിരുന്നവരെയൊക്കെ കത്തിച്ച് ചാമ്പലാക്കിയ നരാധമത്തിൻ്റെ ചരിത്രമാണ് ഭാരതത്തിന് പറയാനുള്ളത്. സുവിശേഷ സംബന്ധമായി അതിനൊന്നും അറുതി വന്നിട്ടില്ല. അതൊക്കെ ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൈമുതലായിട്ടുള്ള ഒന്നേ ഉള്ളൂ, കർത്താവ് നൽകുന്ന ധൈര്യമാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക എന്നൊരു സന്ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രിയിൽ, നാളെ പകലിലുമൊക്കെ ഉണ്ടല്ലോ സന്ദേശത്തിൻ്റെ തുടർമാനമായ ചിന്തകൾ നമുക്ക് ലഭിക്കപ്പെടാനിടയാവും. അപ്പോൾ ഒന്നാമത്തെ ചിന്ത അതാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന നമുക്കെല്ലാവർക്കും ധൈര്യത്തിൻ്റെ ആർജവത്വത്തോടെ മടങ്ങിപ്പോകാനാണ് ഈ ദൂത്, ഈ വാക്യം നിങ്ങൾക്ക് തരുന്നത്. രണ്ടാമത് ന്യായമായ ഒരു കാരണം കൂടിയുണ്ട്. 690 ക്ലാസ് ലേഖനങ്ങളിൽ നിന്ന് മാത്രം കേട്ട നിങ്ങളോട് ലേഖനത്തെക്കുറിച്ച് ഒന്നും മിണ്ടാതൊരു പ്രസംഗം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണിത്. ഞാൻ എപ്പോൾ പ്രസംഗിച്ചാലും ലേഖനത്തിൽ കൂടെ കയറി വരാറുണ്ട്. ലേഖനമാണ് എൻ്റെ പ്രധാന മേച്ചിൽപ്പുറം. അതുകൊണ്ട് ലേഖനത്തെ സ്പർശിക്കാതെ ഒരു പ്രസംഗം നടത്താനുള്ള എൻ്റെ ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ രണ്ട് കാരണങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത് വാക്യം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരവാക്യമായി തിരഞ്ഞെടുക്കാൻ കാരണം. കൺവെൻഷൻ പ്രസംഗിച്ചാലും, വിവാഹത്തിന് പ്രസംഗിച്ചാലും, മരണവീട്ടിൽ പ്രസംഗിച്ചാലും, എവിടെ പ്രസംഗിച്ചാലും ഞാൻ ലേഖനങ്ങളാണ് എൻ്റെ കുറിവാക്യത്തിന് വേണ്ടി എടുക്കാറുള്ളത്. പക്ഷേ വ്യത്യസ്തമായി വേറൊരിടം ഞാൻ തേടുന്നത് തീർച്ചയായും. എനിക്ക് മുൻപ് കർത്താവിൻ്റെ ദാസൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ബേത്സയിദയുടെ പുൽപ്പുറത്ത് തടിച്ചുകൂടിയ ജനാവലിക്ക് വിശപ്പിന് ആഹാരം കൊടുത്ത നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായിരിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ ഞാനും പാഠമാക്കുന്നു. 16-33 വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. കാരണം ഞാൻ ലോകത്തെ വിശാലമായി ചിന്ത ചെയ്യണത്. പഠിക്കേണ്ടതിനുള്ള മനസ്സോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് അറിയാം. രാവിലെ 7 മുതൽ 8 വരെ വളരെ തീഷ്ണമായ ചിന്തയോടെ ശ്വാസം വിടാതെ എന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് എന്നറിയാം. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ അക്ഷരങ്ങൾ മുഴുവനും കുറിച്ചെടുക്കാൻ, വാക്യങ്ങളെ കുറിച്ചെടുക്കാൻ, ഇടയ്ക്കിടയ്ക്കൊക്കെ ആ വാക്യം ഒന്നുകൂടെ എന്ന് പറഞ്ഞ് അതിൻ്റെ ചിന്തകൾ ഒന്നുകൂടെ ചാക്കോ വർഗീസ് പാസ് ഒന്നും വിടത്തില്ല. സമയം എത്ര പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ ആശയങ്ങളുടെ ആഴമറിയാൻ വേണ്ടി ഞങ്ങളുടെ ബിജോ അങ്കിളുണ്ട്.
അതിനെക്കുറിച്ച് ഒന്നുകൂടെ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാമോ? പരമാവധി വിശദീകരണം എൻ്റെ കയ്യിൽ നിന്നുള്ളത് തീർന്നു, എന്നാലും അല്പം കൂടെ പറയാമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വചനത്തെ ആഴത്തിലറിയാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹിതനായ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ശാന്തമായി ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇനി ഒരു പാട്ടോടെ കേട്ട് ആരാധിച്ചനന്തരമായി ഭക്ഷണത്തിന് വേണ്ടി വേർതിരിഞ്ഞ് നമുക്ക് അധികം വൈകാതെ വീട്ടിലെത്തണമല്ലോ. നാളെ രാവിലെ വീണ്ടും 9 മണിക്ക് നമ്മളിവിടെ കൂടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ വേഗം മുൻപോട്ട് പോകാം. 16-ാം അധ്യായം 1-ാമത് വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിനു വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ നിങ്ങളെ ഫള്ളിപ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് യാഗമാക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നവരുണ്ടാവും. 16-ാം അധ്യായം 1-ാം വാക്യം അങ്ങനെയാണ് വായിക്കുക, 1 മുതൽ താഴേക്കുള്ള വാക്യം. ഞാൻ ഇത് നിങ്ങളോട് മുമ്പേ പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. ഞാനിപ്പോൾ നിങ്ങളെ വിട്ടു പോകുന്നു, ദൗത്യം നിർവഹിച്ച് ഞാൻ തിരികെ കയറുകയാണ്. അപ്പോൾ നിങ്ങൾ ഇടറിപ്പോകരുത്. പതറാത്ത മനസ്സും ഇടറാത്ത പാദങ്ങളുമായി കരുത്തോടെ നിൽക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ധൈര്യപ്പെടണം. ധൈര്യം എന്ന പദം എഴുതുക, അടിയിൽ വരയിടുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട 3 വിചാരങ്ങളെ ഈ രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ധൈര്യപ്പെടുവീൻ എന്നുള്ളത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകം എന്താണ്? കഷ്ടം എന്താണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ പിന്നെയും നമ്മൾ ചിന്തിക്കും. ഈ വാക്യം തന്നെയായിരിക്കും അടുത്ത ദിവസവും നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം വിശാലമായിരിക്കുന്ന ഒരു വിശദീകരണം ഈ വാക്യവുമായി ദൈവാത്മാവ് എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ധൈര്യപ്പെടുക എന്നുള്ളതാണ്. ധൈര്യം എന്നുള്ളതിന് 2 ഗ്രീക്ക് പദങ്ങളും ഒരു എബ്രായ പദവും വേദപുസ്തകത്തിൽ നമുക്കുടനീളം കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ പദം ഏതാണ് എന്ന് ചോദിച്ചാൽ റുവാഹ് എന്ന പദമാണ്. റുവാഹ് എന്ന പദമാണ് പഴയ നിയമത്തിലുടനീളം ധൈര്യം എന്നുള്ളതിന് കൊടുത്തിട്ടുള്ളത്. റുവാഹ്, റൂഹ എന്നൊക്കെ നമ്മൾ ഷോർട്ട് ഫോമായിട്ട് അത് പറയാറുണ്ട്. റൂഹ, പരിശുദ്ധ റൂഹ എന്നൊക്കെ പറയാറുണ്ട്. റുവാഹ് എന്നുള്ളതാണ് ധൈര്യം എന്നുള്ളതിന് കൊടുത്തിട്ടുള്ള അനുഗ്രഹീതമായ എബ്രായ പദം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, 7-ാം വാക്യം, 9-ാം വാക്യം, 18-ാമത് വാക്യം. 6, 7, 9, 18 ഈ വാക്യങ്ങളെല്ലാം യോശുവയോട് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ആവർത്തനം 33-ൽ മോശ നേരിട്ട് യോശുവയോട് പറയുന്നുണ്ട്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. പഴയ നിയമ ഭക്തന്മാരോടൊക്കെ ദൈവാലോചന ധൈര്യപ്പെടണമെന്ന് തന്നെയാണ്. ഉറപ്പും ധൈര്യമുള്ളവരാകും. ഇടറിപ്പോകരുത്. യഹോവ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം നിങ്ങൾ കണ്ടുകൊള്ളണം, ഉറപ്പുള്ളവരാകണം. അപ്പം ധൈര്യപ്പെടുക എന്നുള്ളതിന് റുവാഹ് എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയും ബാക്കി 2 ഗ്രീക്ക് പദങ്ങൾ പഠിക്കണം. ഗ്രീക്ക് പദങ്ങളിൽ 1-ാമത്തേത് എന്ന് പറയുന്നത് ആൻഡ്രേസസ്ത എന്നൊരു പദമാണ്. ആൻഡ്രിയാണ്. ഓക്കെ, ആൻഡ്രിസസ്ത എന്നൊരു പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ധൈര്യം എന്നുള്ളതിന് കൊടുത്തിട്ടുള്ളത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ പദം? ആൻഡി എന്ന് കേട്ടിട്ടുണ്ട്. അത് ഡ സാധരിച്ചിട്ട ഡ അങ്ങനെ എഴുതണം. അത് ആൻഡ്രി സസ്ഥ എന്ന പദമാണ്. ആൻഡ്രി സസ്ഥ എന്ന പദത്തിന് യഥാർത്ഥമായ അർത്ഥം പുരുഷത്വം കാണിക്കുക എന്നതാണ്. വിശദീകരണം ഞാൻ തരാം. പുരുഷത്വം കാണിക്കുക. 3-ാമത്തെ പദം അല്പം കൂടെ വ്യത്യസ്തമായിരിക്കുന്ന ഒരർത്ഥമുള്ള അനുഗ്രഹീത പദമാണ്. അതും മലയാളത്തിലേക്ക് ലിപിയന്തരണം ചെയ്തിട്ടുണ്ട് ധൈര്യം എന്നതിന്. ആ പദം പാർ റീസായി എന്നതാണ്. പാർ 2 പദങ്ങളുടെ സംയുക്തമാണ്. പാർ, PAR, പാർ റീസായി എന്നതാണ്. പാർ റീസായി. ആ പദത്തിനും ധൈര്യമെന്നാണ് ഗ്രീക്ക് പദം കൊടുത്തിട്ടുള്ളത്. ഈ 3 ആശയങ്ങളെയും കൂടി ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിപ്പിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് യേശു നൽകുന്നത്, ധൈര്യപ്പെടുക. സ്തോത്രം. പേടിക്കരുത് നമ്മൾ സാധാരണ പറയുന്ന, ഭ്രമിച്ചു പോകരുതെന്ന് സാധാരണ പറയുന്ന ഒരർത്ഥമല്ല. ഇവിടെ ധൈര്യപ്പെടുക എന്ന് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രേറ്റ് തിയോളജിയനായിരിക്കുന്ന യോഹന്നാൻ ആ പദത്തിന് കൂടുതൽ പ്രസക്തി കൊടുത്തുകൊണ്ട് വിശദീകരണം തരുമ്പോൾ നമ്മളതിന് വ്യാഖ്യാനം കണ്ടെത്തണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വല്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ്, വെല്ലുവിളികൾ നിറഞ്ഞ്, ആക്ഷേപങ്ങൾ നിറഞ്ഞ്, ഭീഷണികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് കുല നിശ്വസിച്ചുകൊണ്ട്, ഉപദ്രവത്തെ നിശ്വസിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്ന വേട്ടനായ്ക്കളെ പോലെ, ചുറ്റി നടക്കുന്ന ചെന്നായ്ക്കളെ പോലെ ഊരു ചുറ്റുന്ന നിരവധി സുവിശേഷ വിരോധികളുണ്ട്. അവർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളൊക്കെ ഭയാനകങ്ങൾ. മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക, കൗമുദി അടക്കമുള്ള പത്രങ്ങളിൽ സുവിശേഷ വിരോധികളുടെ പ്രവർത്തനങ്ങളെയും അവരുടെ അട്ടഹാസങ്ങളെയും അവരുടെ ആക്രോശനങ്ങളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയാസിൽ വാർത്തകൾ നിറയുന്നുണ്ട്.
ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴും ഈ ധൈര്യപ്പെടുക എന്ന് യേശു പറഞ്ഞ പദത്തിൻ്റെ ആശയത്തെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തേത് റുവാഹ് എന്ന് പറയുന്നത് ഏൽപ്പിച്ച ദൗത്യത്തിൽ പിന്നാക്കം പോകരുത്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? എത്ര പ്രക്ഷുബ്ധമായ അന്തരീക്ഷമുണ്ടായാലും, പ്രതിസന്ധികളുണ്ടായാലും, ഭീഷണികൾ അതികഠിനമായാലും, നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? പിന്തിരിഞ്ഞു പോകരുത്. ഇതിനേക്കാൾ മെച്ചമായൊരു തട്ടകം അപ്പുറത്തുണ്ടാകുമെന്ന് വന്നാലും മോശയെ ഏൽപ്പിച്ച അതേ ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നീയാണ് ഈ ജനത്തെയും കൊണ്ട് വാഗ്ദത്ത കനാനിലെത്തേണ്ടത്. മോവാബ് സമതലം വരെ മാത്രമേ വരാൻ മോശയ്ക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. നീ അവിടെ കടക്കയില്ല, കയ്യിലിരിപ്പ് കൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ മോശയോട് ധൈര്യമുള്ളവനായിരിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നാക്കം പോകരുത്, നോട്ട് ടേണിംഗ് ബാക്ക്. നിന്റെ ശവം വീഴരുത് കനാനിനിപ്പുറം. പ്രസിദ്ധനായിരുന്നു, രാഷ്ട്രശില്പിയായിരുന്നു, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് സംസാരിച്ച് ജനത്തെ പ്രബുദ്ധനാക്കിയ അനുഗ്രഹിത നേതാവ്. 90 സങ്കീർത്തനത്തിൻ്റെ മുഖവര തലക്കെട്ട് മാത്രം മതി മോശയുടെ മഹത്വം മനസ്സിലാക്കാൻ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവ പുരുഷനായ മോശ. ദൈവ പുരുഷനായ മോശ ദൈവ പുരുഷനായിരുന്നു. പക്ഷേ ദൈവം തന്നെ പറയുന്നു, കയറരുത്, ഇവിടെ നിന്നാൽ മതി. അല്ല, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. നോ, വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ആ യോർദാന്റെ സമതലങ്ങൾ, ലബാനോന്റെ നല്ല പർവ്വതങ്ങൾ, ആ വിശുദ്ധ പർവ്വതം ഒക്കെ ഒന്ന് കണ്ടോട്ടെ. വിശുദ്ധ പർവ്വതം എന്ന് ഉദ്ദേശിക്കുന്നത് അബ്രഹാം തൻ്റെ പുത്രന് യാഗമാക്കിയ മലയില്ലേ, അത് ഞാനൊന്ന് പോയി കണ്ടോട്ടെ. യോർദാന്റെ സമതലങ്ങൾ, കൂടെ ഉണ്ടാകുന്ന ഭയാനകമായിരിക്കുന്ന പ്രളയജലം, അത് കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുള്ള കൃഷിയിടങ്ങൾ ഞാനൊന്ന് കണ്ടോട്ടെ. ലബാനോന്റെ നിബിഡമായിരിക്കുന്ന വനമേഖലകൾ പ്രകൃതി രമണീയമാണ്. കാശ്മീർ പോലെ അതിനേക്കാൾ മെച്ചമാണ് ലബാനോൻ വനഗ്രഹങ്ങൾ, ആ വനമേഖലകളെല്ലാം. അവിടെയാണല്ലോ ശലോമോൻ പിൽക്കാലത്ത് കൊട്ടാരം രമ്യകർമ്മങ്ങളൊക്കെ പണിത്. അപ്പം ലബാനോൻ, ഇതൊക്കെ ഒന്ന് കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഈ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്: യോർദാന്റെ സമതലം, വിശുദ്ധ പർവ്വതം, ഈ ലബാനോന്റെ വനമേഖലയും. ഇതെടുത്തു പറയുന്നു. ഞാനൊന്ന് പോയി കണ്ടിട്ട് ഓടി ഇങ്ങോട്ട് വരാം. റെസിഡൻഷ്യൽ വിസ വേണ്ട, എനിക്കൊരു വിസിറ്റിംഗ് വിസ മതി, ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാൻ. ദൈവം പറഞ്ഞു, മിണ്ടിപ്പോകരുത് എന്നോട് ആ കാര്യം. ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ പിഴവ് വന്നവനെ കൊണ്ടുപോകുന്നില്ല ദൈവം. അവന് കുഴിമാടം തീരുന്നത് യോർദാന് മുൻപാണ്, ഖനാനിലെത്തുന്നതിന് മുൻപാണ്. അപ്പോൾ അവനോട്, മോശയ്ക്ക് പകരമായി യോശുവയെ തെരഞ്ഞെടുക്കുമ്പോൾ യോശുവയോട് പറയുന്ന ധൈര്യപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? റുവാഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലഭിക്കപ്പെട്ട ദൗത്യം ഏൽപ്പിക്കപ്പെട്ട വചനത്തിൽ നിന്നും ഇടത്തോട്ട് വലത്തോട്ട് മാറാതെ കൃത്യതയോടെ മുൻപോട്ട് പോയാൽ നീ അവിടെ എത്തുമെന്ന് മാത്രമല്ല, നിന്നെ ഏൽപ്പിച്ച മഹത്തായ ദൗത്യമുണ്ടല്ലോ, രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ള 12 ഗോത്രങ്ങൾക്ക് പരാതിയോ പരിദേവനമോ ഇല്ലാത്ത വിധം നീണ്ടു പരന്നു കിടക്കുന്ന, അങ്ങ് ദാൻ മുതൽ ബേർശേബ വരെ, മഹാസമുദ്രം മുതൽ മഹാമരുഭൂമി വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ ഭൂമികയുണ്ടല്ലോ, പരാതിയില്ലാതെ വിഭജിക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവുക. ആ ദൗത്യത്തിൽ നീ പിന്നാക്കം പോകരുത്. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ എന്തെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവനെ പിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന പണിയില്ല ദൈവത്തിന്. ദൈവം അവിടെ തൻ്റെ കാര്യം തീർക്കും. കർത്താവദാസൻ പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോ. ദൈവത്തിന് നമ്മളെ കൂടെ ഒരു പദ്ധതിയുണ്ട്. അത് ഇപ്പോഴത് വെളിപ്പെടത്തില്ല. താൻ ചെയ്യുവാനിരിക്കുന്നത് കർത്താവിനറിയാം. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, പിഴവ് വരാതെ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ, റുവാഹ് എന്ന് പറഞ്ഞാൽ പിന്നാക്കം പോകാതെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ കരുത്തോടെ മുൻപോട്ട് കുതിക്കാൻ നമുക്ക് കഴിയണമെന്നത്. പിന്തിരിപ്പിക്കുന്ന ഒത്തിരി ശക്തികളുണ്ടാകാം, നിന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളുണ്ടാകാം, നീ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാട്ടുന്ന ആളുകളുണ്ടാകാം. പക്ഷെ വിളിച്ചതും വേർതിരിച്ചതും നടത്തുന്നതും ഞാനാണെങ്കിൽ നീ കരുത്തോടെ മുൻപോട്ട് പോകണം. നീ ധൈര്യമുള്ളവനായിരിക്കണം, പിന്തിരിയരുത്. ഇവനെന്താ കാര്യം? ഇവക്കെന്താ ഇവിടെ കാര്യം? ഇവക്ക് കവലയിൽ എന്നാ കാര്യം? ഈവന് പ്രസംഗവേദിയിൽ എന്നാ കാര്യം? ആൾ കൂടി ഇരിക്കുന്നിടത്ത് ഇവൻ കയറി നിന്ന് എന്നെ പറയാനാ എന്നൊക്കെ വെറുതെ മസിൽ പിടിക്കുന്നവരും രക്തസമ്മർദ്ദം കൂടുന്നവരുമൊക്കെ ഉണ്ടാകാം. പക്ഷെ വിളിച്ചത് ആരാണെന്ന് അവബോധമുണ്ടെങ്കിൽ കരുത്തോടെ നിൽക്കാൻ നമുക്കിടയായി തീരും. വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മെ വിളിച്ചവൻ പറയുക, നീ ധൈര്യമുള്ളവനാകണം, റുവാഹ് പ്രാപിച്ചെടുത്തോണം. ഹല്ലേലൂയ. അടുത്ത പദം ഗ്രീക്ക് വേർഡ് ആൻഡ്രീസസ്തേ എന്ന പദമാണ്. ആൻഡ്രീസസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞല്ലോ, പുരുഷത്വം.
റോമാലേഖനം 16 അധ്യായം അതിൻ്റെ 13 1 കൊരിന്ത്യർ 16:13. റോമാലേഖനമല്ല, 1 കൊരിന്ത്യർ 16:13 പുരുഷത്വം കാണിപ്പിൻ എന്ന് പറയുന്ന പദത്ത് അവിടെ കൊടുത്തിരിക്കുന്ന പദം ആൻഡ്രീസസ്ഥയാണ്. എന്തോ കാണിക്കണം നമ്മൾ? ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ നമ്മൾ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും രക്ഷയുടെ ദൂതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും രക്ഷാദൂത് പ്രഘോഷിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് മാത്രം ചിന്തിച്ച് സന്തോഷിക്കാനുള്ള ചിന്തകളിലേക്കാണ് ഞാൻ വരിക. സ്തോത്രം. പുതുപ്പള്ളി രക്ഷാദൂത് പറഞ്ഞിട്ടൊന്നും വലിയ കഥയൊന്നുമില്ല. ഇവിടുത്തെ രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് വേറൊന്നാണ്. എങ്കിലും ദൈവത്തിൻ്റെ വചനം തീക്ഷ്ണമായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ദൈവമക്കൾ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചിന്ത ഈ ട്രാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ആൻഡ്രീസസ്ഥേ എന്ന വാക്കിൻ്റെ അർത്ഥം പുരുഷത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ അടിയറവ് പറയാത്തൊരു പ്രകൃതം. പാപത്തിൻ്റെ മുമ്പിൽ, നേട്ടങ്ങളുടെ മുമ്പിൽ, പെണ്ണിൻ്റെ മുമ്പിൽ, ആണിൻ്റെ മുമ്പിൽ, മണ്ണിൻ്റെ മുമ്പിൽ, കസേരയുടെ മുമ്പിൽ അടിയറവ് പറയാതെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയുന്നൊരു പ്രകൃതം ഉണ്ടാകണം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിനെന്ന് പറഞ്ഞാൽ പുരുഷത്വം കാണിച്ചോണം. ആരാണ്ട് കൊല്ലാൻ വരുന്നു, തല്ലാൻ വരുന്നു, തലയെടുക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒളിച്ചു പോകുന്ന പ്രകൃതമല്ല. താൻ്റെ ഇടത്തോടെ നിൽക്കേ. തലയല്ലേ കൊണ്ടുപോകുള്ളൂ, നിത്യത കൊണ്ടുപോകത്തില്ലല്ലോ അവൻ. ഇവിടെ കൂട്ടമായി പട്ടിയെ തല്ലുന്ന പോലെ വട്ടം നിന്ന് തല്ലി കൊന്നു കളഞ്ഞാലും അവർക്ക് നമ്മുടെ നിത്യത അപകരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ദേഹത്തിനും ദേഹിക്കുമല്ലേ ദോഷം വരുത്തും. ദേഹത്തിനല്ലേ ദോഷം വരുത്താൻ പറ്റൂ, ആത്മാവിനും ദേഹിക്കും ഒരു ദോഷം വരുത്താൻ പറ്റത്തില്ലെങ്കിൽ നീ ധൈര്യമായി നിൽക്ക്. പഞ്ചാബിൽ ഇനി എന്നാ ഉണ്ടാകാൻ പോകുന്നത്, കാശ്മീരിൽ ഇനി എന്നാ ഉണ്ടാകാൻ പോകുന്നത്, ഹരിയാനയിൽ ഇനി എന്നാ ഉണ്ടാകാൻ പോകുന്നത്, ഇതൊന്നും അറിയത്തില്ല. കേരളത്തിൽ ഇനി എന്നാ ഉണ്ടാകാൻ പോകുന്നത്, ഇതൊന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ എന്തോ വന്നാലും പുരുഷത്വം പണയപ്പെടരുത്. പുരുഷത്വം എന്ന് പറയുമ്പോൾ ആൻറ്റിമാർ മമ്മിമാരൊന്നും പിണങ്ങരുത്, കുഞ്ഞനുജത്തിമാരൊന്നും പിണങ്ങരുത്. അതൊരു പുരുഷ മേധാവിത്വമാണല്ലോ. വേദപുസ്തകത്തിൻ്റെ എഴുത്തിനകത്തല്ല ഒരു പുരുഷ മേധാവിത്വം ഉണ്ടല്ലേ. സഹോദരന്മാർ ക്രിസ്തുയേശുവിൻ്റെ മനസ്സിൽ, അപ്പോൾ സഹോദരിമാർക്ക് ക്രിസ്തുയേശുവിൻ്റെ മനസ്സിൽ വേണ്ടെന്നാണോ? അപ്പോൾ ആ പ്രയോഗം അങ്ങനെ പൊതുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, നിങ്ങളെ ഒഴിവാക്കിയിട്ടല്ല. ഇവിടെ പുരുഷത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യക്തമായ വെളിപ്പാടുണ്ട്, സ്ത്രീത്വം. അതുകൊണ്ട് അതിനകത്ത് അർത്ഥം ഇതേ ഉള്ളൂ, വ്യക്തിത്വം പണയപ്പെട്ടു പോകരുത് എവിടെയും. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് പരമ്പരാഗതമായി അപ്പന്യ ഗുണമോ അമ്മ ചുരത്തിത്തന്ന മുലപ്പാലിൻ്റെ ഗുണമോ അല്ല. കർത്താവ് രക്തം കൊണ്ട് വീണ്ടെടുത്ത് നമുക്ക് നൽകി തന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് കർത്താവിൻ്റെ മഹത്വമാണ്. ആ വ്യക്തിത്വം വേറെ എങ്ങും എന്ത് ചെയ്യരുത്, പണയപ്പെട്ടു പോകരുത്. ഒരു പാപവികാര വിചാരങ്ങളുടെ മുമ്പിലും ഒരു വിധത്തിലുള്ളതായിരിക്കുന്ന പാപരാഗങ്ങളുടെ മുമ്പിലും പണയപ്പെട്ടു പോകാതെ അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തു കിട്ടുമ്പം ആത്മീയതയെ പണയപ്പെടുത്തി വഴിമാറിപ്പോകുന്ന ഒട്ടനവധി ഇടപാടുകളുണ്ട്. പക്ഷേ ഇവിടെ ധൈര്യപ്പെടണമെന്ന് പറയുമ്പോൾ എന്തോ ചെയ്യണം? പുരുഷത്വത്തോടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളാൻ നമുക്ക് കഴിയണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? യേശു ഇത് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഒരുത്തൻ 30 വെള്ളിക്കാശിന് വ്യക്തിത്വത്തെ പണയപ്പെടുത്തി ഗുരുവിനെ വിറ്റ് കാശാക്കിയത്. ഞാൻ പറയുന്നത് മനസ്സിലാവും? എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ. പുരുഷത്വം കാണിക്കണമെന്നുള്ള ധൈര്യം, ആ പ്രയോഗം ആൻഡ്രീസസ്ഥേ എന്ന പ്രയോഗം യേശു മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 30 വെള്ളിക്കാശ വലുത് ഗുരു അല്ലെന്നൊരുത്തിന് തോന്നിയത്. മനസ്സിലായില്ലേ? പ്രാണനേക്കാൾ വലുതല്ല ഗുരു എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. ആൻഡ്രീസസ്ഥയാണ് നഷ്ടപ്പെട്ടു പോയത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആശയത്തിൻ്റെ വഴിയിലുണ്ടോ നിങ്ങൾ? കിളിയിൽക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളും പാതയോരങ്ങളിലെ പതിയിരിപ്പുകളും ഒക്കെ നമ്മുടെ നേരെ ഉയരുമ്പോൾ കഴുത്തിന് തൊടിവിച്ച് വെച്ചുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയാനൊക്കെ പറയുമ്പോഴും ഞാനവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പോകരുത്. തൻ്റെ ഇടമായി നിന്നോണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? പത്രോസ് സകല അടവും പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ അറിയുന്നില്ല. അങ്ങനെ ചെറുപ്പക്കാരനെ ഞാൻ ഒരാളെ പോലെ 9 പേരുണ്ട്, അതിലെങ്ങാണ്ട് നിങ്ങൾ കണ്ടതായിരിക്കും. ഞാൻ അവനെ അറിയുന്നതേ ഇല്ല. രണ്ടിടത്തൊന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ട് അവസാനം യേശുവിനെ പിടിച്ചവരോടുകൂടെ വന്നിരുന്ന് തീ കായുകയാണ്. ആർക്കും സംശയം ഉണ്ടാകത്തില്ലല്ലോ. മുഖം രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ഇടപാടാ ചെയ്യുന്നത് നോക്കിയേ. യേശുവിനെ പിടിച്ച ചേവകരോടുകൂടെ, ഭാവികളോടുകൂടെ. ചേവകരെന്ന് പറഞ്ഞാൽ ആലയം വക പോലീസാണ്. ആലയത്തിൻ്റെ സംരക്ഷണാർത്ഥം സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, അതിന് സർക്കിളുണ്ട്, SI ഉണ്ട്, എല്ലാ തസ്തികയുണ്ട്, കോൺസ്റ്റബിൾ അടക്കമുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ റാങ്ക് അനുസരിച്ച് വിഭജനമുണ്ട്. അവരെ ആ ചേവകരെന്ന് മൊത്തത്തിൽ വിളിക്കുന്നു. അവരാ യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് അവർ ആ രാത്രിയിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ വന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു, ആർക്കും സംശയമില്ലാത്ത വിധം. പക്ഷെ തീ കാഞ്ഞുകൊണ്ടിരുന്ന ഒരു പോലീസുകാരന് മനസ്സിലായി. അവൻ പറഞ്ഞു, നീ ആ യേശുവിനോട് കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ രക്ഷയില്ലെന്ന് കണ്ടു.
ഉടനെ പുള്ളി പറയുന്ന ഒരു വിദഗ്ധമായൊരു മറുപടി ഉണ്ട്. ഏയ് ഞാനല്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ, ഞാനല്ല. പക്ഷെ അവൻ വിടാൻ ഭാവമില്ല. അവൻ പറഞ്ഞു, നിന്റെ ഉച്ചാരണവും വാക്കുകളും തെളിയിക്കുന്നുണ്ട് നീ ആരോടുകൂടെ ആയിരുന്നു. അതാ മിണ്ടാതിരുന്ന് നമുക്ക് രക്ഷപ്പെടാം. വല്ലതും മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ കേട്ടാൽ അറിയാം ഇത് ഉപദേശിക്കുക എന്നുള്ള കാര്യം. ആന്റിമാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഭാഷ പറഞ്ഞാൽ അറിയാം, അന്യഭാഷയല്ല ഉദ്ദേശിക്കും, സാധാ ഭാഷ പറഞ്ഞാൽ അറിയാം ഈ പുള്ളി ആരാ. ഇന്നിവിടെ കടന്നു വരുവാൻ ഇടയായതിന് തക്കതൻ മണ്ണോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ അറിയാം ഇത് ഉപദേശി ജീവിക്കുക എന്നുള്ള കാര്യം. നമ്മുടെ ഭാഷയൊന്ന് വേറെയാണല്ലോ. അപ്പോൾ ആ പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നിന്റെ ഭാഷയും ഉച്ചാരണവും നീ ഉപദേശിയാണെന്ന് എന്തോ ചെയ്യുന്നുണ്ട്. നമുക്ക് മാത്രമായിട്ട് പറയാനുള്ളൊരു ഭാഷയുണ്ട് അല്ലേ? അപ്പോൾ അവിടെയും രക്ഷപ്പെട്ടില്ല. അവിടെ നോക്കണം, അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് ആൻഡ്രീസസ്തയാണ്. അതുകൊണ്ട് യേശു പറയുന്നത് നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞാൽ വിട്ടുമാറരുത്. കൃപാവരപ്രാപ്തനായിരുന്ന പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന ദേമാസ് വിട്ടുപോയില്ലേ? അലക്സാണ്ടർ ഹുമനയോസും ഫിലേത്തോസും വിട്ടുപോയില്ലേ? വിശ്വാസക്കപ്പൽ തകർത്ത് മാറിപ്പോയില്ലേ? എത്ര ആളുകൾ. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന യൂദ വഴിമാറിപ്പോയില്ലേ? പത്രോസും യോഹന്നാനും യാക്കോബും പ്രമുഖ അപ്പോസ്തലന്മാർ, പാസ്റ്റേഴ്സായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള സഭയിൽ യെരുശലേമിലെ ടൗൺ ചർച്ചിൽ നിന്ന് അനനിയാസ് സഫീറയും ബഹുദൂരം പോയില്ലേ? അതാണ് പുരുഷത്വമില്ലാതെ വരിക എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പുരുഷത്വം കാണിക്കാനിടയാകണം. പ്രലോഭനങ്ങളുടെ മുമ്പിൽ പുരുഷത്വം കാണിക്കണം. പ്രതിസന്ധികളുടെ മുമ്പിൽ പുരുഷത്വം കാണിക്കണം. അതാണ് ആൻഡ്രീസസ്തേ എന്ന പ്രയോഗം. യേശു പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവീൻ എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുന്നത്. മറന്നു പോകരുത്. തന്നോടുകൂടെ ശയിക്കേണ്ടതിന് തുറന്നു പറയുന്ന പൊത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ യോസഫ് കാണിക്കുന്നത് പുരുഷത്വമാണ്. നിന്നോട് ഈ മഹാദോഷം ചെയ്തെൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. ഉണ്ടോ? പാപവിചാരത്തെ അകത്ത് കിട്ടിയ മനുഷ്യൻ പുരുഷത്വം പണയപ്പെടുത്തുന്നില്ല, വ്യക്തിത്വത്തെ തൻ്റെ ഇടമായി നിൽക്കുന്നു. അങ്ങനെ കുറേ ആളുകളെയാണ് കർത്താവിന് വേണ്ടത്. എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രഭാഷണത്തിൻ്റെ വശ്യത മാത്രമല്ല, പ്രഭാഷണത്തിൻ്റെ ചാതുര്യത മാത്രമല്ല, ആഴമേറിയ പഠനത്തിൻ്റെ ഇഴകീറി വ്യാഖ്യാനിക്കുന്ന ആ ഒരു ശൈലി മാത്രമല്ല. സഭക്കാർക്ക് വിടാൻ തോന്നുന്നില്ല പാസ്റ്ററെ, അയ്യോ ഞങ്ങൾക്ക് 2 കൊല്ലം കൂടെ വേണം, 3 കൊല്ലം കൂടെ വേണം. 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും പറയാം ഞങ്ങൾക്ക് 4 കൊല്ലം കൂടെ വേണം. ഇങ്ങനെ നമ്മളെ പിടിച്ചു വെക്കാൻ ചില ഇടവകയ്ക്ക് താല്പര്യമാണ്. അതൊന്നുമല്ല പ്രധാനം. പുരുഷത്വം പണയപ്പെട്ടു പോകരുത്, വ്യക്തിത്വം പണയപ്പെട്ടു പോകരുത്. ഇടവകയുടെ മുമ്പിൽ നമ്മൾ വലിയ മെച്ചമായിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ ക്യാമറ കണ്ണിൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും? അതാണ് ആൻഡ്രീസസ്തയെ യേശു പറയുന്നത്. ധൈര്യപ്പെടുവീൻ എന്ന് പറയുമ്പോൾ പുരുഷത്വമുള്ളവരായിരിക്കും. വ്യക്തിത്വത്തിൻ്റെ കാവലാളായി മാറണം നമ്മൾ ഓരോരുത്തരും. ഏതെങ്കിലും ഒരു നേട്ടത്തിന് മുമ്പിൽ ആത്മീയത പണയപ്പെട്ടു പോകുന്നൊരു ഗതികളിലേക്കാണെങ്കിൽ ഈ ധൈര്യപ്പെടുക എന്ന പദത്തിൻ്റെ ആഴം പഠിക്കണം. അടുത്ത വേറൊരു പ്രയോഗം കൂടിയുണ്ട്, ഫാറീസായി. ഫാറീസായി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ പ്രയോഗത്തിൻ്റെ അർത്ഥം, നിങ്ങൾ ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സംസാരം ഊറ്റമുള്ളതും ഖനമുള്ളതുമായിരിക്കട്ടെ. നീ പ്രസംഗിക്കണ്ട, നീ സാക്ഷ്യം പറയണ്ട, നിർത്ത് നിന്റെ പ്രഭാഷണം എന്ന് വിലക്കുന്ന ചില ശക്തിയുണ്ട്. പക്ഷെ ധൈര്യപ്പെട്ടോണം, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് പറഞ്ഞേ പറ്റൂ. അതാണ് ഫാറീസായി എന്ന പ്രയോഗത്തിനകത്ത്. സംഭാഷണത്തിലെ, സംസാരത്തിലെ, വാക്കുകളിലെ ശൗര്യം, ദൃഢത. അത് വെറും ധൈര്യമല്ല. നമുക്ക് തരുന്ന ആ ധൈര്യം ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തിയാണ്. 2 വാക്യങ്ങൾ വേഗം നോക്കിക്കേ. വാക്കുകളിൽ ധൈര്യമുള്ളവരായിരിപ്പീൻ, പ്രഭാഷണത്തിൽ ധൈര്യമുള്ളവരായിരിപ്പീൻ, നിങ്ങളെ ഏൽപ്പിച്ച ദൂത് പറയുന്നതിനകത്ത് കരുത്തുള്ളവരായിരിപ്പീൻ എന്ന് യേശു പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 7-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. 7-ന്റെ കണ്ടിട്ടുണ്ടോ? ചേവകർ വന്നിട്ട് പറയുകയാണ്, ഇവൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന വേറെ ആരെയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലുണ്ട്. 7-ന്റെ 46-ാമത് വാക്യം. 7-ന്റെ 46 നോക്കിക്കേ, വായിച്ചേ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാൾ സംസാരിച്ചിട്ടില്ല. അതാണ് ഫാറീസായി. യേശു സംസാരിച്ചതുപോലെ സംസാരിക്കണം. യേശു സംസാരിക്കുന്ന സംഭാഷണം വളരെ ശക്തമായിരുന്നു. ലൂക്കോസ് 24-ന്റെ 49-ാം വാക്യം നോക്കിക്കേ. ലൂക്കോസ് 24:49. ഫാറീസായിയുടെ വേറൊരു പതിപ്പ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. 24-ന്റെ 49 അല്ല, 24-ന്റെ 49 അതാണോ?
അല്ല, അവിടെ ഒരു പ്രയോഗം ഇങ്ങനെ ഉണ്ടല്ലോ. 24 അധ്യായത്തിന് 19 നോക്കിക്കേ. സോറി, 24:19. അത് തന്നെ, 49 അല്ല, 19. ആ, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ, അങ്ങനെ പ്രയോഗമുണ്ട്. 19 വാക്യാണ്. നോക്കിക്കേ. ആ ആ സകല മനുഷ്യരുടെയും മുൻപാകെ പ്രവൃത്തിയിലും പിന്നെ വാക്കിലും ശക്തിയുള്ളവൻ. അപ്പൊ വാക്കിൽ എന്തോ വേണം? ചുമ്മാ ഒരു പ്രസംഗനായ പോരാ, ചുമ്മാ ഒരു പ്രബോധകനായ പോരാ, ചുമ്മാ ഒരു സാക്ഷ്യം പറയുന്ന വ്യക്തിയാകരുത്. അതിനകത്ത് എന്തോ വേണം? എന്താ വേണമെന്ന്? കാലഘട്ടത്തിൻ്റെ സന്ദേശമായി മാറാൻ. അതാ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾ വിട്ടു പോവുക. ഇതുവരെ ഗലീലയുടെ തീരപ്രദേശങ്ങളും ബേത്ഭാഗയിലും ബഥാന്യയിലും ബഥസ്തയിലും ഒക്കെ ഞാനാ പ്രസംഗിച്ചത്, നിങ്ങൾ കേൾവിക്കാരായിരുന്നു. ആലയത്തിൻ്റെ മുറ്റത്തുകൂടെ നടക്കുമ്പോൾ ഞാനാ പ്രസംഗിച്ചത്, മലയുടെ മുകളിൽ ഞാനാ പ്രസംഗിച്ചത്, നിങ്ങൾ കേൾവിക്കാരായിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു. ഇനി നിങ്ങളുടെ വാക്കിന് ശക്തി വേണം. ആ സന്ദേശം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എത്ര പേര് ഏറ്റെടുക്കും ശക്തിയുള്ളൊരു സന്ദേശത്തിന്? ഇരിക്കണം ദൈവസന്നിധിയിലേക്ക്, വീഴണം ദൈവസന്നിധിയിലേക്ക്, എന്നിട്ട് പറയണം, കർത്താവ് എൻ്റെ വാക്കുകൾക്ക് എന്തോ വേണം? പാറീസിയ തരണേ, ശക്തി തരണേ, ജനഹൃദയങ്ങളിൽ ആഴ്ന്ന ഇത് പതിക്കാനിടയാകണം. മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ വാക്കുകൾ ശക്തിയുള്ളതായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ അറിയാമോ? യേശുവിൻ്റെ വാക്കുകളുടെ തൻ്റെ ഇടം നമ്മൾ പഠിക്കണം. കർത്തമൃദാസനെ പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. 5000 പുരുഷന്മാരെന്ന് അവിടെ പറയുന്നു, അതിലധികം ആളുകൾ. അദ്ദേഹം പറഞ്ഞല്ലോ 25,000-ഓളം ആളുകൾ ഉണ്ടാകാം. ഈ സംഭവം കഴിഞ്ഞ ഉടനെ ജനമെല്ലാം കൂടെ വന്നിട്ട് യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു. വായിച്ചിട്ടുണ്ടോ ഭാഗം? യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു. യേശു അവിടുന്ന് മാറുകയായിരുന്നു. നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം യേശുവിനുണ്ടായിരുന്നു. ഒരു ലേവ്യനും ഒരു പുരോഹിതനും ആ വഴി കടന്നുപോയിട്ട് അവരാരും മുറിവേറ്റവനെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് യേശു അടുത്ത് പറയുന്ന ആ ഉപമയിലെ പ്രയോഗം എന്നെ തൻ്റെ ഇടമെന്നറിയാമോ? യഹൂദൻ എന്നും നിഷിദ്ധമായിരിക്കുന്നൊരു ശമര്യക്കാരൻ ആ വഴി വന്നിട്ട് അവൻ ഈ മുറിവേറ്റവനെ കൊണ്ടുപോയെന്നാ. ആര് കൊണ്ടുപോകാത്ത? പുരോഹിതൻ കൊണ്ടുപോകാത്ത, പിന്നെ ലേവ്യൻ കൊണ്ടുപോകാത്തവനെ ആര് കൊണ്ടുപോയി? ശമര്യൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ യഹൂദന് നിഷിദ്ധമായ ശമര്യൻ അത്രത്തോളം സഹാനുഭൂതി ഉള്ളവനാണ്. യഹൂദന്റെ പത്രാസേ ഉള്ളൂ, അവനെ ഗുണമല്ലെന്നുള്ള കാര്യം അവൻ്റെ മുഖത്ത് നോക്കി ഉപമയിലൂടെ പറയാനുള്ള നെഞ്ചുറപ്പ് അപാരമല്ലേ? അതാ യേശുവിൻ്റെ പഠിപ്പിക്കൽ. ആ ധൈര്യമാ, അതാണ് പാറീസായി. അത് നിങ്ങൾക്ക് വേണമെന്നാണ് യേശു പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ വസ്തുത. ഗുരു, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണോ എന്ന് ചോദിക്കുമ്പം അതെന്ത് വന്നു വെച്ചാൽ നിങ്ങളങ്ങ് തീരുമാനിച്ച് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. അത് അച്ഛനും പാപ്പച്ചാനും അറിയാച്ചാനും അന്നമാമയും ചെന്നമാമയൊക്കെ നിങ്ങളങ്ങ് തീരുമാനിച്ചിട്ട് എന്തുവന്ന് വെച്ചാൽ ചെയ്താട്ടെ, കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ പറയാൻ പറ്റും. ഉദ്ദേശിയാണെങ്കിൽ പറയും കൈസർക്ക് കരമെല്ലാം കൂടെ കൊടുത്താൽ പിന്നെ എനിക്ക് നിങ്ങൾ എന്നാ തോതരാഴ്ച ഇടുക, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പറയും. ബഹളമാവും അത്. പക്ഷേ യേശുവിൻ്റെ വാക്ക് കേട്ടോ, ഗിവ് മി എ കോയിൻ, പ്ലീസ് ഗിവ് മി എ കോയിൻ. ഒരു നാണയം ഇങ്ങനെ തരുവീൻ. ആരോ നാണയം എടുത്തു കൊടുത്തു. കീശ കാശില്ലാഞ്ഞിട്ടാണ് നാണയം ചോദിച്ചത്, അറിയാമോ? ആത്മസംഗമത്തിന് വന്ന് നമ്മുടെ കീശയിൽ ഇപ്പോഴും തപ്പി 10 രൂപ നോട്ട് കിട്ടാതിരിക്കത്തില്ലല്ലോ. യേശുവിൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. യേശു പറയുന്നു ഗിവ് മി എ കോയിൻ. ആരോ കൊടുത്തു കോയിൻ. അതെടുത്ത് വെച്ചോണ്ട് ചോദിക്കുന്നു, പറ ഇതിൻ്റെ മേലെടുത്തും സ്വരൂപവും എന്ന ആർജവത്വം ആ വാക്കുകളിൽ. അവർ പറഞ്ഞു കൈസറെടുത്ത്. എന്നാ പിന്നെ കൈസർ കൊടുത്തരും. അതോടെ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത വാചകം ചാട്ടുള്ളി പോലെ വരിക. ദൈവത്തിനുള്ളത് എന്തോ ചെയ്യണം. അതേതാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. തിരിഞ്ഞ് നടക്കുമ്പോഴാണ് മനസ്സിലായത് ദൈവത്തിനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ തന്നെയാണ്. നാണയത്തിൻ്റെ മേലെടുത്തും സ്വരൂപമുള്ളതുപോലെ നമ്മുടെ മേലൊരു സ്വരൂപവും മേലെടുത്തുമുണ്ട്. അത് ഉടയവൻ പടച്ച തമ്പുരാൻ്റേതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നമ്മളെ കൊടുത്തേ പറ്റുള്ളൂ. യേശുവിൻ്റെ വാക്കുകളിലെ പാറീസായി എന്ന് പറയുന്നത് ഈ ഒരു വെളിപ്പെടുത്തലും ഈ ഒരു തൻ്റെടവുമാണ്. പ്രിയരെ, നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. ഈ സംഗമം കഴിഞ്ഞ് അടുത്ത തട്ടകങ്ങളിലേക്ക്, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നാവിനൊരു അഭിഷേകമുണ്ടാകണം, നാവിനൊരു ബലമുണ്ടാകണം. എങ്ങനെയാണ് ധൈര്യം നമ്മളുള്ളവരായി മാറുക? യേശു പറഞ്ഞ ധൈര്യമുള്ളവരായി മാറുന്നത് എങ്ങനെയാണ്? അടുത്ത ദിവസം ഞാനത് വിശദീകരിക്കും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരാശയം കൂടെ, ഈ ധൈര്യം എങ്ങനെയാണ് നമുക്ക് ലഭിക്കപ്പെടുക എന്നുള്ളതിന് ഒരാശയം കൂടെ ഞാൻ പറയാം. 138 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ലേഖനങ്ങൾ കയറാതെ ഞാൻ ഇങ്ങനെ പോവുകയാണേ, അതുകൊണ്ട് സങ്കീർത്തനത്തിലൊക്കെ പോകുന്നത്. 138 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കെന്തോ ചെയ്തു?
ഉത്തരമരളി. അടുത്ത വാക്യം പറ. നീ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ എന്തോ ചെയ്തു. എന്നെ പുതിയ നിയമ ഭാഷ്യമാണെന്നറിയാമോ വാക്യത്തിന്? നീ എൻ്റെ ഉള്ളിൽ എന്തോ വന്നു. നീ എനിക്ക് ബലം നൽകിയെന്നല്ല, നീ എൻ്റെ ഉള്ളിൽ ബലം നൽകിയെന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 കൊരിന്ത്യർ 4:7 വാക്യമാണത്. 2 കൊരിന്ത്യർ 4:7 എന്തുവാ? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഇത് എവിടെ പകർന്നിരിക്കുന്നു? ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നു. ഉള്ളിൽ ബലം നൽകിയ കർത്താവ്. എന്തിനാ ബലം നൽകിയത്? പണയപ്പെട്ടു പോകാതിരിക്കാൻ. എന്തിനാ ബലം നൽകിയത്? മടങ്ങിപ്പോകാതിരിക്കാൻ. എന്തിനാ ബലം നൽകിയത്? നാവ് കൊണ്ട് ദൈവവചനം ശക്തിയോടെ പ്രഘോഷിക്കാൻ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത്യന്ത ശക്തിയുടെ വ്യാപാരം. നീ അങ്ങ് മൗനമായി പോകരുത്. നീ മിണ്ടാതായി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്റെ വാക്കുകൾക്ക് ഒരു പ്രസക്തിയും തരാത്തവരുണ്ട്. പക്ഷേ നിന്റെ വാക്കുകളെ അംഗീകരിക്കത്തക്ക നിലയിലേക്ക് നിന്നിൽ ബലം നൽകുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. ഏറ്റെടുക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ആ വചനം ഉള്ളിൽ ഏറ്റുകൊണ്ടെങ്കിൽ അല്പസമയം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അഭിഷേകത്തിന്റെ ശക്തി പുസ്തകങ്ങളെല്ലാം അടച്ചു വയ്ക്കാം. അല്പസമയം ഒരുമിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. Hallelujah, hallelujah, hallelujah. Praise the Lord. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാം. നീ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. നമ്മുടെ അകത്തുള്ള ധൈര്യം എന്ന് പറയും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പോഷകമൂല്യമല്ല കേട്ടോ. താങ്കൾ കുടിക്കുന്ന, കഴിക്കുന്ന, ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഡിസിൻ്റെ ഗുണമല്ല. നമ്മുടെ അകത്തൊരു ധൈര്യമുണ്ടെന്ന്, നമ്മുടെ അകത്തൊരു ബലമുണ്ട്. ആ ബലം ദ മൈറ്റി പവറാണ്, ദ എക്സലന്റ് പവറാണ്, ദ എക്സീഡിംഗ് ഗ്രേറ്റ് പവറാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അമിതബലം, അത്യന്ത ശക്തിയുടെ ബലം. അത് കർത്താവ് നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത് ധൈര്യത്തോടെ കാര്യം പറയാന്, ധൈര്യത്തോടെ മുൻപോട്ട് കുതിക്കാന്, രാജാവിന് വാഹനമേറാൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന പടക്കുതിരയെ പോലെ കരുത്തോടെ മുന്നേറാന്. ഈ പാടുന്ന പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അല്പസമയം ഒരുമിച്ച് കണ്ണുകൾ അടയട്ടെ. ആത്മീകമായിരിക്കുന്ന ശക്തിയോടെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരത്തോടെ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ അതെന്തെന്ന് ഇപ്പോൾ അറിയില്ല. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജയിച്ചതാണ്, അതുകൊണ്ട് നാം ജയിച്ചേ പറ്റൂ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.